പ്രിയപ്പെട്ടവരെ, ഇന്റർനെറ്റിൽ വിവരങ്ങൾ എവിടെയാണ് സ്റ്റോർ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയാറുണ്ട് സെർവറിലാണുള്ളത്, സെർവറിൽ നിന്ന് ലഭിക്കാനുണ്ട്. എന്താണ് സെർവർ? എവിടെയാണ് സെർവർ ഉള്ളത്? എന്താണ് സെർവറിന്റെ പ്രത്യേകത? അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് ഡാറ്റാ സെന്റർ. എന്താണ് ഈ ഡാറ്റാ സെന്ററും സെർവറും തമ്മിലുള്ള ബന്ധം? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും സെർവറിനെ പറ്റിയും ഡാറ്റാ സെന്ററിനെ പറ്റിയും ചർച്ച ചെയ്യുന്ന ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. +2 കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ 4ാമത്തെ ചാപ്റ്ററായ വെബ് ടെക്നോളജിയിൽ വേൾഡ് വൈഡ് വെബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് 2 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ സെർവർ ടു സെർവർ കമ്മ്യൂണിക്കേഷനാണ്. ഈ 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെബ് സെർവറിനെ പറ്റിയും ഡാറ്റാ സെന്ററിനെ പറ്റിയാണ്. നിർബന്ധമായും 2 പാർട്ടുകളും കാണാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. നേരിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ഒരു വെബ് സെർവർ? വാട്ട് ഈസ് എ സെർവർ? കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചറിലാണ്. ഈ ചിത്രം സൂചിപ്പിക്കുന്നത് പോലെ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നു, സെർവർ അതിന് മറുപടി തരുന്നു. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറാണ് അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് മൊബൈൽ ഫോണാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലയൻ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. നമുക്ക് റിമോട്ട് ലൊക്കേഷനിലുള്ള മറ്റൊരു സ്ഥലത്തുള്ള ഒരു ഡിവൈസ് നമുക്ക് റിപ്ലൈ തരുന്നു. ആ റിപ്ലൈ തരുന്ന കമ്പ്യൂട്ടറിനെയാണ് സെർവർ എന്ന് വിളിക്കുന്നത്. സോ വെബ് ബ്രൗസർ ക്ലയന്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബ്രൗസർ എന്നുള്ളത്. ബ്രൗസർ ഈസ് റിക്വസ്റ്റിംഗ് ടു സെർവർ ആൻഡ് സെർവർ ഈസ് സെർവിങ് ബൈ പ്രൊവൈഡിങ് വെബ് പേജ്. ബ്രൗസർ സെർവറിനോട് വെബ് പേജിന് വേണ്ടി ആവശ്യപ്പെടുന്നു, സെർവർ വെബ് പേജ് തിരിച്ചു തരുന്നു. സോ നമുക്കൊരു സെർവറിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ്സ് എ പവർഫുൾ കമ്പ്യൂട്ടർ വിച്ച് ഇസ് ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ ആൻഡ് കണക്റ്റഡ് ടു എ ഹൈ ബാൻഡ്വിഡ്ത്ത് ഇന്റർനെറ്റ് കണക്ഷൻ. അത് നല്ല കപ്പാസിറ്റി ഉള്ള പവർഫുൾ കമ്പ്യൂട്ടറാണ്, എല്ലായ്പ്പോഴും ഓൺ ചെയ്ത് വെച്ചതാണ്, ഹൈ ബാൻഡ്വിഡ്ത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളതാണെന്ന് പറയാം. തീർച്ചയായും റിക്വസ്റ്റിനനുസരിച്ച് റിപ്ലൈ തരാനുള്ള ഉത്തരവാദിത്വം സെർവറിനുണ്ട്. അപ്പോൾ എങ്ങനെയുള്ളതായിരിക്കണം സെർവർ എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മുടെ വെബ്സൈറ്റിൻ്റെ യൂസേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് പല ഭാഗത്തു നിന്നും ഒരുപാട് റിക്വസ്റ്റുകൾ വരാൻ സാധ്യതയുള്ളതാണ് ഒരു സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ വെബ് ബ്രൗസറിൻ്റെ ഇന്റർനെറ്റ് വഴിയുള്ള റിക്വസ്റ്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് അങ്ങനെ റിപ്ലൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണം, അവിടെയുള്ള ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യണം, അല്ലെങ്കിൽ വെബ് പേജ് പ്രോസസ്സ് ചെയ്യണം, അത് നമ്മുടെ ക്ലയന്റിലേക്ക് ഡെലിവർ ചെയ്യണം. ഈ 3 കാര്യങ്ങളും ഒരു സെർവറിന്റെ ഉത്തരവാദിത്തമാണ്. എന്തായിരിക്കണം ഒരു സെർവർ? ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ പവർഫുൾ ആയിരിക്കണം. പവർഫുൾ ഇൻ ദ സെൻസ് സ്റ്റോറേജ് കപ്പാസിറ്റിയും അതേപോലെ പ്രോസസ്സിംഗ് കപ്പാസിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് ആവശ്യത്തിനാണോ സെർവർ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള സ്റ്റോറേജ് കപ്പാസിറ്റിയും പ്രോസസ്സിംഗ് കപ്പാസിറ്റിയും ആവശ്യമാണ്. നമുക്കറിയാം, ഗൂഗിളിന്റെ സെർവറിന്റെ കപ്പാസിറ്റി പോലെയല്ല നമ്മുടെ സാധാരണ ഒരു സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെയോ സെർവറിന്റെ കപ്പാസിറ്റി. തീർച്ചയായും സ്പീഡ്, അതേപോലെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കുന്ന വെബ് പേജിന്റെ അല്ലെങ്കിൽ ആ ഒരു പർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സെർവർ എപ്പോഴും ഓൺ ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇന്റർനെറ്റ് എന്നുള്ളത് ഗ്ലോബലി ഏത് സ്ഥലത്തു നിന്നും ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നും ആരും ഏത് സമയത്തും ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ 24 മണിക്കൂറും ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കണം നമ്മുടെ സെർവർ. 365 ദിവസവും ആഴ്ചയിൽ 7 ദിവസവും ദിവസത്തിൽ 24 മണിക്കൂറും ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം സെർവർ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ ഒരു കാരണവശാലും അതിന്റെ ബാക്കപ്പ് അല്ലെങ്കിൽ പവർ സപ്ലൈ നിലച്ചു പോകാൻ വേണ്ടി പാടില്ല, ഓൾവേസ് സ്വിച്ച് ഓൺ ആയിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, വളരെ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു കമ്പ്യൂട്ടർ ആയിരിക്കണം ഒരു സെർവർ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഡാറ്റ പോലെയുള്ള ചെറിയ ഡാറ്റ വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ നെറ്റ് സ്പീഡ് ഉപയോഗിച്ച് ഒരു സെർവറിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സാധാരണ ഉപയോഗിക്കുന്നത് ലീസ്ഡ് ലൈൻ കണക്ഷനാണ്. ആരാണ് നമുക്ക് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവരിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഹൈ സ്പീഡ് കണക്ഷനെയാണ് ലീസ്ഡ് ലൈൻ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സെർവർ തീർച്ചയായും ഹൈ സ്പീഡ് കണക്ഷൻ ഉള്ള ഒരു കമ്പ്യൂട്ടർ ആയിരിക്കണം. സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ വേണ്ടി പാടില്ല.
നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളായിരിക്കും സെർവറുകളിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഒരു ഗവൺമെന്റിന്റെ വിവരങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ഡാറ്റകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന വലിയ വലിയ വെബ്സൈറ്റുകളൊക്കെ ആണെങ്കിൽ എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റിയും നിർബന്ധമായിട്ടും സെർവറിന് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഫയർവാളാണ്. സെർവറിലേക്ക് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്ക് വരുന്നതുമായ എല്ലാ ഇൻഫർമേഷനും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ കടത്തിവിടാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ളതാണ്. എനിവേ എല്ലാ രീതിയിലുള്ള ലോജിക്കൽ ഫിസിക്കൽ സെക്യൂരിറ്റികളും ഉള്ളതായിരിക്കണം ഒരു സെർവർ എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൂളിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു 18 ഡിഗ്രി ഒക്കെ ആയിരിക്കണം അതിൻ്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. വലിയ ചൂടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ സെർവർ കാരണവശാലും കൊണ്ടുവെക്കാൻ വേണ്ടി പാടില്ല. ഇതിനപ്പുറത്തേക്ക് ഒരു കമ്പ്യൂട്ടർ സെർവർ ആവണമെന്നുണ്ടെങ്കിൽ മേലെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ, അതായത് നല്ല സ്പീഡുള്ള, നല്ല പ്രോസസ്സിംഗ് കപ്പാസിറ്റിയുള്ള, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷനുള്ള, 24 മണിക്കൂറും ഓണാക്കി വെച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിനെ നമ്മൾ സെർവർ ആക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ നിർബന്ധമായിട്ടും ഒരു സെർവർ സപ്പോർട്ടിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. സോളാരിസ്, ലിനക്സ്, വിൻഡോസ് പോലെയുള്ള ഏതെങ്കിലും ഒരു സെർവർ സപ്പോർട്ടിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഒരു കമ്പ്യൂട്ടർ സെർവർ ആവുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ ഒരു സെർവർ പാക്കേജ് കൂടെ ഉണ്ടായാൽ മാത്രമേ ഒരു കമ്പ്യൂട്ടർ സെർവർ ആവുള്ളൂ. ഇനി നമുക്ക് മേലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് പറയാം. അതിനു മുമ്പ് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു ലാപ്ടോപ്പ് അതിന് നമുക്ക് സെർവർ ആക്കാൻ വേണ്ടി സാധിക്കുമോ? തീർച്ചയായും നമ്മുടെ വളരെ ചെറിയൊരു ആപ്ലിക്കേഷന് വേണ്ടിയാണ്, ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സെർവർ സെറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും പിന്നെ ലിനക്സ്, അപ്പാഷെ, MySQL, PHP അല്ലെങ്കിൽ പേൾ, പൈത്തൺ പോലെയുള്ള ഈ പാക്കേജുകളൊക്കെ ചേർത്തുള്ള ലാമ്പ് പോലെയുള്ള ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഇതുപോലെയുള്ള ഏതെങ്കിലും സെർവർ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനെ സെർവർ ആക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. സോ ഒന്നുകൂടെ ഈ കാര്യം നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. എന്താണ് ഒരു വെബ് സെർവർ? എ പവർഫുൾ കമ്പ്യൂട്ടർ വേർ വെബ്സൈറ്റ്സ് ആർ സ്റ്റോർഡ് ഈസ് കോൾഡ് വെബ് സെർവർ. വളരെ പവർഫുൾ ആയ, നേരത്തെ പറഞ്ഞ പ്രോസസ്സിംഗ് കപ്പാസിറ്റിയും സ്പീഡുമുള്ള, സ്റ്റോറേജുമുള്ള ഒരു കമ്പ്യൂട്ടറാണ്, വെബ്സൈറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറാണ് വെബ് സെർവർ. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എ കമ്പ്യൂട്ടർ വിത്ത് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് സെർവർ സോഫ്റ്റ്വെയർ ഈസ് കോൾഡ് വെബ് സെർവർ എന്ന് പറയാം. വിൻഡോസ്, ലിനക്സ്, സോളാരിസ്, FreeBSD പോലെയുള്ളത് എന്താണ്? സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് എക്സാമ്പിൾസ് ആണ്. അപ്പാഷെ, മൈക്രോസോഫ്റ്റ് IIS, GWS, എൻജിൻസ് പോലെയുള്ളത് സെർവർ സോഫ്റ്റ്വെയർസിന് എൻജിനെക്സ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ളത് എന്താണ്? സെർവർ പാക്കേജുകൾക്ക് എക്സാമ്പിൾ ആണ്. IISന്റെ ഫുൾ ഫോം ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ എന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റിന്റെ ഒരു സെർവർ പാക്കേജ് ആണ്. ഗൂഗിളിന്റെ സെർവർ പാക്കേജിന്റെ പേരാണ് GWS, ഗൂഗിൾ വെബ് സെർവർ എന്നാണ്. ഇനി എന്തൊക്കെയാണ് വെബ് സെർവറിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ? നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്നുകൂടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് ഇത് എഴുതി വെക്കാവുന്നതാണ്. എന്തൊക്കെയാണ് വെബ് സെർവറിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ? ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പവർഫുൾ കമ്പ്യൂട്ടർ ആയിരിക്കണം, എല്ലായ്പ്പോഴും ഓൺ ചെയ്ത് വെച്ചിരിക്കണം, ഓൾവേസ് സ്വിച്ച്ഡ് ഓൺ, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം, പവർ സപ്ലൈ ഉണ്ടായിരിക്കണം, ബാക്കപ്പ്, സെക്യൂരിറ്റി ഫീച്ചർ ഉണ്ടായിരിക്കണം, വെബ് സെർവർ സോഫ്റ്റ്വെയർ മസ്റ്റ് ബി ഇൻസ്റ്റാൾഡ്, സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം, കൂളിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടറാണ് സെർവറായിട്ട് കണക്കാക്കുന്നത്. തീർച്ചയായും അടുത്തൊരു ഭാഗം നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത് ഡാറ്റാ സെന്റർ ആണ്. എന്താണ് ഡാറ്റാ സെന്റർ? ഇസ് എ ലൊക്കേഷൻ വേർ സെർവേഴ്സ് ആൻഡ് നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ് ആർ പ്ലേസ്ഡ്. സെർവറുകളും അതുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കിംഗ് സിസ്റ്റങ്ങളും കൊണ്ടുവച്ചിരിക്കുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ്, ജിയോഗ്രഫിക്കൽ ലൊക്കേഷന് വിളിക്കുന്ന പേരാണ് ഡാറ്റാ സെന്റർ. ഡാറ്റാ സെന്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഒരുപാട് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനും അത് പ്രോസസ് ചെയ്യാനും ഉപയോഗിക്കുന്ന സ്ഥലം കൂടിയാണ് ഡാറ്റാ സെന്റർ എന്ന കാര്യം മനസ്സിലാക്കുക. ഡാറ്റാ സെന്ററിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ സെർവേഴ്സ് കൊണ്ടുവച്ച സ്ഥലം, ഇവിടെ ഒരു ഡാറ്റാ സെന്ററിന്റെ ഒരു പിക്ചറാണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത്. ഡാറ്റാ സെന്റേഴ്സിൽ സെർവേഴ്സ് കൊണ്ടുവച്ചിരിക്കുന്നത് ഇവിടെ കാണിച്ചതുപോലെ റാക്കുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. വളരെ സെക്യൂരിറ്റി ആവശ്യമുള്ള ഒരു സ്ഥലമാണ് ഡാറ്റാ സെന്റർ എന്ന കാര്യം മനസ്സിലാക്കുക. വളരെ വിലപിടിച്ച ഇൻഫർമേഷൻസ് ആണ് ഡാറ്റാ സെന്റേഴ്സിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവുക. ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ, മില്യൺ സ്ക്വയർ ഫീറ്റുകളിൽ ഒരുപക്ഷെ വ്യാപിച്ചതായിരിക്കാം വലിയ ഡാറ്റാ സെന്റേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ചെറിയ ഡാറ്റാ സെന്റേഴ്സും ഉണ്ടായിരിക്കാം. ഒന്നുകൂടെ നമുക്ക് ഡാറ്റാ സെന്റേഴ്സിന്റെ പ്രത്യേകതയിലേക്ക് വരാം. നേരത്തെ നമ്മൾ സെർവറിന് പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ ഡാറ്റാ സെന്റേഴ്സിനും ബാധകമാണ്. കൂളിംഗ് സിസ്റ്റം ആവശ്യമാണ്, സെക്യൂരിറ്റി സിസ്റ്റം ആവശ്യമാണ്, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്, ബാക്കപ്പ് പവർ സപ്ലൈ ആവശ്യമാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം,
സെവറൽ സെർവേഴ്സ് ആർ മൗണ്ടഡ് ഇൻ ടു എ സ്പെഷ്യൽ റാക്സ് എന്നുള്ളതാണ്. ഇവിടെ കാണിക്കുന്ന ഓരോന്നും ഓരോ സെർവേഴ്സ് ആയിരിക്കാം. അപ്പോൾ ആ സെർവേഴ്സുകൾ റാക്കുകളായിട്ടാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ ഡാറ്റാ സെന്റേഴ്സുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ഇൻഫർമേഷൻസ് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്കൂൾ സിലബസുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും അറിഞ്ഞിരിക്കാൻ വേണ്ടി അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ പറയുകയാണ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഗൂഗിളിൻ്റെ ഡാറ്റാ സെന്റർ എടുക്കാം. ഗൂഗിളിൻ്റെ ഡാറ്റാ സെന്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അമേരിക്കയിൽ തന്നെ ഏകദേശം 12 പ്രധാനപ്പെട്ട ഡാറ്റാ സെന്റേഴ്സ് എങ്കിലും ഉണ്ട് എന്നാണ് കണക്ക്. There is no official data on how many servers in Google's data centers are. ഈ ഡാറ്റാ സെന്റേഴ്സിൽ മൊത്തത്തിൽ എത്ര സെർവേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ കണക്കില്ല. ഒരുപാട് സെർവേഴ്സുകൾ ഡാറ്റാ സെന്റേഴ്സിൽ ഉണ്ടായിരിക്കാം. Thousands of servers are there in Google data centers. ആയിരക്കണക്കിന് സെർവേഴ്സ് ചേർന്നതാണ് ഒരു ഗൂഗിളിൻ്റെ ഡാറ്റാ സെന്റർ. ഇതൊരു ഗൂഗിളിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന വ്യത്യസ്തമായ ഡാറ്റാ സെന്റേഴ്സുകൾ ഫേസ്ബുക്കിനും അതുപോലെ ട്വിറ്ററിനും അങ്ങനെയുള്ള പല വെബ്സൈറ്റുകൾക്കും ലോകത്ത് പല സ്ഥലങ്ങളിലാണ് ഡാറ്റാ സെന്റേഴ്സ് ഉണ്ടെന്നാണ്. തീർച്ചയായിട്ടും ഗൂഗിളിൻ്റെ ഡാറ്റാ സെന്റർ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലും ഒരു ഡാറ്റാ സെന്റർ എന്നുള്ളതാണ്. ഒരു അമേരിക്കയിൽ മാത്രം ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമുള്ള ഒരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് ഗൂഗിളിനുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ കാണിക്കുന്നത് ലോകത്തെ വ്യത്യസ്ത ഡാറ്റാ സെന്റേഴ്സിന് എക്സാമ്പിളാണ്. ഒരു ഡാറ്റാ സെന്റർ എക്സാമ്പിൾ നോക്കുക നിങ്ങൾ. 7.2 മില്യൺ സ്ക്വയർ ഫീറ്റ് ലോങ് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഡാറ്റാ സെന്ററിന്റെ ഡയഗ്രമാണ് നിങ്ങൾ മുന്നിലേക്ക് പ്രൊവൈഡ് ചെയ്തത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ഡാറ്റാ സെന്റേഴ്സ് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലുണ്ട്. ഫേസ്ബുക്കിന്റെ ഡാറ്റാ സെന്ററാണ് ഇവിടെ നിങ്ങൾ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ചെറിയ ആപ്ലിക്കേഷൻസിന് ചെറിയ ഡാറ്റാ സെന്റേഴ്സ് മാത്രം മതിയായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ ഒരു ലോക്കൽ ബോഡി ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെത് അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയുടെ മാത്രം പ്രധാനപ്പെട്ട വിവരങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാ സെന്റർ, ഇപ്പോൾ കേരള ഗവൺമെന്റ് ഡാറ്റാ സെന്റേഴ്സ് ഒക്കെ ആണെങ്കിൽ വലിയ സ്ഥലത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്തിരിക്കണമെന്നില്ല. ഇതുപോലുള്ള ചെറിയ സ്മോൾ ഡാറ്റാ സെന്റേഴ്സ് ആയിരിക്കാം. ഇതിലും ചെറിയ റൂമിനുള്ളിൽ വരെ ഡാറ്റാ സെന്റേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻ അനുസരിച്ച്, നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിനനുസരിച്ച് ഡാറ്റാ സെന്റേഴ്സിന്റെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യാന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ് വെബ് സെർവർ എന്നുള്ളതാണ്, എന്തൊക്കെയാണ് വെബ് സെർവറിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. ഈ വെബ് സെർവർ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഡാറ്റാ സെന്റർ. ഡാറ്റാ സെന്ററിന്റെ പ്രത്യേകത എന്താണ്, ഡാറ്റാ സെന്ററുകളിൽ എങ്ങനെയാണ് ഈ സെർവേഴ്സുകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർച്ചയായിട്ടും ഡൊമൈൻ നെയിം സിസ്റ്റം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റിന്റെ IP അഡ്രസ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.